ഇപ്പോൾ മേജർ രവി കൂടി നമുക്കൊപ്പം പ്രതികരിക്കാനായി തയ്യാറാണ്. ശ്രീ മേജർ രവി, ഈ ഘട്ടത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയം ഈ അൽഫലാഹുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കൂടി കേന്ദ്ര ഏജൻസികൾ ചില കാര്യങ്ങൾ നിരീക്ഷിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഫരീദാബാദിലെ ഈ സർവകലാശാല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഗൂഢാലോചന നടന്നിരുന്നു. കേരളത്തിലും ഈ സ്ഥാപനങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ച് മലബാറിലെ പല സ്ഥലങ്ങളിലുള്ള ഈ അൽ ഫലാഹിന്റെ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആരംഭിച്ചുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഇത് ഒരു നാഷണൽ സെക്യൂരിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിനകത്ത് പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി ഇതിനകത്ത് നിങ്ങളൊരു ഒരു രാജ്യത്തിന്റെ സെക്യൂരിറ്റിയുടെ വിഷയം വരുന്ന സമയത്ത് ഇപ്പം ഇതുപോലൊരു സ്ഥാപനത്തിൽ അന്വേഷണം ആരംഭിച്ചു എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ ഇവിടെ തുടങ്ങുന്നത് എന്തായിരിക്കും? രാജ്യത്തിന്റെ സെക്യൂരിറ്റി ആയിരിക്കില്ല ഇവിടെ സംസാരിക്കാൻ പോകുന്ന. ഇനി എന്തുകൊണ്ട് ഇതുപോലുള്ള ഓർഗനൈസേഷനിൽ മാത്രം, എന്തുകൊണ്ട് സർവോദയയിലും അല്ലെങ്കിൽ വേറെ വല്ല വിദ്യാലയങ്ങളിലൊന്നും അന്വേഷണം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഡിബേറ്റ് തുടങ്ങും. ആദ്യമായിട്ട് ജനങ്ങളോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇതുപോലുള്ള വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ, അത് രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടായിരിക്കും. അത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കാണ്. ഇന്നിപ്പം ആ പിടിക്കപ്പെട്ട ഒരു മിലിറ്റന്റിന്റെ സിസ്റ്ററുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇന്ന് കാലത്ത് ഒരു ഇംഗ്ലീഷ് ചാനലിൽ കാണുമായിരുന്നു. ആൻഡ് ഷീ സെഡ് ഇറ്റ് വെരി കാറ്റഗറിക്കലി, കശ്മീരിയാണ്, പറഞ്ഞു എന്റെ ബ്രദർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇതുപോലുള്ള ഒരു ഫേക്ക് ഡോക്ടർഷിപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട്, ഇത് ഈ ചൈനയിലും അല്ലെങ്കിൽ നേപ്പാളിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു അടിയാണത്. അപ്പൊ ആ സിസ്റ്റർ വളരെ ബോൾഡായിട്ട് പറഞ്ഞിരിക്കുന്നത്, ആ സിസ്റ്ററുടെ രാജ്യസ്നേഹമാണ് ഞാൻ കാണുന്നത്. പറഞ്ഞു എന്റെ ബ്രദറിനെ കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു ഇതുപോലൊരു സംഭവം. ഇത് കേട്ട സമയത്ത് വി ആർ ഓൾ ഷോക്ക്ഡ് ആൻഡ് ഹി ഷുഡ് ബി ടേക്കൻ ഫോർ ടാസ്ക് എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിച്ച ആ സിസ്റ്ററിനാണ് വലിയൊരു സല്യൂട്ട്. അതാണ് ഇനിയിപ്പോ ജനങ്ങൾ നോക്കണ്ടേ. ഇനിയിപ്പോ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ചർച്ച തുടങ്ങും. എന്തുകൊണ്ട് ഇതുപോലുള്ള സ്കൂളുകളെ മാത്രം കേന്ദ്രീകരിച്ച് ശ്രദ്ധ? അങ്ങനെയുള്ള സ്കൂളുകളിൽ നിന്നാണ് ഇതുപോലുള്ള ആളുകൾ വന്നിരിക്കുന്നെങ്കിൽ ആ സ്കൂളിനെ കേന്ദ്രീകരിച്ച് തന്നെ ആയിരിക്കും അന്വേഷണം നടക്കാൻ പോകുന്നത്. സോ ഡെഫിനറ്റ് ആയിട്ടും ദിസ് ഈസ് ഗോയിങ് ടു ബി എ പോയിന്റ് ഓഫ് ടോപ്പിക് ടു ഡിസ്കസ് ഓൺ ദിസ്. ഈ ടെററിസം മാത്രമായിരിക്കില്ല, ഇനിയിപ്പോൾ നിങ്ങൾ ഇതിൽ ജാതി കലർത്തും, പാർട്ടി കലർത്തും, പലതും കലർത്തും. അപ്പൊ അതുകൊണ്ട് അതില്ലാതെ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ ദിശയിൽ തന്നെയാണ്. കാരണം ഇത്രയും വിദ്യാർത്ഥികളെ കിട്ടിയിരിക്കുന്നതെല്ലാം ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെയാണ്. അപ്പൊ അന്വേഷണം നടക്കുന്നതിൽ ആർക്കും ഒരു വിധത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാവണ്ട. മര്യാദയ്ക്ക് ഇരുന്നിട്ട് ഈ അന്വേഷണത്തിനെ ഫേസ് ചെയ്യുക. അത് കഴിഞ്ഞ് ഒന്നുമില്ലെങ്കിൽ ഓക്കെ, ദേ വിൽ ബി ലെഫ്റ്റ് ഫ്രീ. ദാറ്റ്സ് ഓൾ വാട്ട് ഐ വോണ്ട് ടു സേ. യെസ്, വളരെ നന്ദി ശ്രീ മേജർ രവി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.